കേട്ടാൽ സർക്കാരിന് പൊള്ളും പോലും. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ 4 കിലോഗ്രാം സ്വർണമാണ് കാണാതായിരിക്കുന്നത്. ഇളകിപ്പോയ സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ 4 കിലോഗ്രാം ഇല്ല. ഈ വിഷയം ഹൈക്കോടതി വരെ ചർച്ചയാക്കിയിട്ടും സഭയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ സർക്കാരിന് നേരമില്ലതാനും. ഇതൊക്കെ സഭയിൽ അവതരിപ്പിക്കേണ്ട വിഷയമല്ല എന്ന മട്ടിലാണ് സ്പീക്കറുടെ വർത്തമാനം. പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ യെസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്പീക്കർക്ക് നേരെ കലിതുള്ളുകയായിരുന്നു സതീശൻ. നിങ്ങൾ ഇങ്ങനെ എസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ എനിക്ക് എങ്ങനെ പറയാനാകും? ആദ്യം നിങ്ങളുടെ എസ് പറയുന്നത് നിർത്തിവെക്കൂ എന്നായിരുന്നു സതീശൻ ആക്രോശിച്ചത്. ശ്രീകോവിലെ ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതാണെന്നും സ്വർണ്ണപ്പാളിയുടെ തൂക്കം 4 കിലോഗ്രാം കുറഞ്ഞുവെന്നും കണ്ടെത്തിയത് വിശ്വാസ സമൂഹത്തിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കിയെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും ചർച്ച നടത്തുവാനും അനുമതി ആവശ്യപ്പെട്ടത്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിച്ചില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി. വിഷയം കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലാണെന്നും നോട്ടീസ് പരിഗണിക്കാനാകില്ല എന്നുമാണ് സ്പീക്കർ പറഞ്ഞത്. എന്നാൽ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ മുൻപ് അടിയന്തര പ്രമേയ നോട്ടീസ് വന്നിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷത്തിന് കൊതിക്കറിവ് എന്നാണ് MP രാജേഷ് പറയുന്നത്. അയ്യപ്പ സംഗമം കലക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല എന്നും അതിന്റെ അതൃപ്തിയാണ് കോടതിയിലിരിക്കുന്ന കാര്യം മനഃപൂർവ്വം കൊണ്ടുവന്ന് ബഹളമുണ്ടാക്കുകയാണ് എന്നുമാണ് MP രാജേഷ്. എന്നാൽ ശബരിമലയോട് സർക്കാർ അവഗണന തുടരുകയാണെന്നും ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം എത്തിയത്. അടിയന്തര പ്രമേയത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നോട്ടീസ് നൽകിയിരുന്നത്. നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയായിരുന്നു. കേസ് ഈ മാസം 30-ന് വീണ്ടും പരിഗണനയ്ക്ക് വരുന്നുണ്ടെന്നും ഇന്നത് ചർച്ച ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തേക്കാൾ പരിഹാസ്യരെ പ്രതിപക്ഷത്തിൽ ഇറങ്ങി പോകേണ്ടി വന്നേനെയെന്നും പി രാജീവ് പറയുകയാണ്. സതീശൻ നടത്തിയ ആ പ്രസംഗത്തിലേക്ക് പോകാം. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതായും സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞതായി കണ്ടെത്തിയതായും ശബരിമലയോട് സർക്കാർ അവഗണന കാട്ടുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടി നിർത്തിവെക്കുന്ന വിക്ഷേപമാണ് ഇന്ന് നൽകിയത്. ചട്ടം 50 പ്രകാരം ഇന്ന് നോട്ടീസ് ലഭിച്ച ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിരിക്കുന്ന ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള നിയമസഭയുടെ നടപടിക്രമവും കൃത്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ 52 ക്ലോസ് 7 പ്രകാരം നോട്ടീസ് സ്വീകാര്യയോഗമല്ലെന്ന് അറിയിക്കുന്നു. ഓർഡർ യെസ് അദ്ദേഹം സംസാരിക്കട്ടെ, അദ്ദേഹം പറയട്ടെ എന്താണ്. യെസ് പ്ലീസ് അവിടെ ഇരിക്കാൻ പറ. LOP പറയട്ടെ. നോ LOP പറയട്ടെ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആണ് സംസാരിക്കാൻ പറ്റൂ. ലീഡർ ഓഫ് ഒപ്പോസിഷൻ നിങ്ങളല്ല, അദ്ദേഹമാണ്. പറയട്ടെ. യെസ് സർ, ഇവിടെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ സബ്ജുഡീസ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. പല സർക്കാരിന്റെ സമയത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെയുണ്ട്. ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവർ അന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസാണ്. അവിടെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന കേസാണ്. ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ്. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ, ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ശബരിമല ഭക്തരെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു. ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡീസ് ആണ്. 52 ക്ലോസ് 7 പ്രകാരം പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിങ്ങൾ പ്രസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ്. ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് പൂച്ചക്ക് മണി കെട്ടുകയാണ്. ഇനി പ്രസിഡന്റ് അനുവദിക്കുന്നല്ല. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്, ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. പാർലമെന്ററി മിനിസ്റ്റർ അങ്ങ് ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ്